ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്താൽ ദേവി എന്തും സാധിച്ചു തരും. അങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ട്. ആ ക്ഷേത്രത്തെക്കുറിച്ചാണ്, ആ ക്ഷേത്രത്തിൽ ഈ വഴിപാടിനെ കുറിച്ചാണ്, എന്താണ് ചെയ്യേണ്ടത്, ഏത് ദിവസമാണ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. എന്തും ദേവി ആ ഒരു ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്താൽ സാധിച്ചു തരും. അപ്പോൾ അത് നിങ്ങൾ മുഴുവനായിട്ട് വിശദമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് കാര്യവും അമ്മ സാധിച്ചു തരും. ഞാൻ ഈ പറയുന്നത് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇത് അമ്മയുടെ തന്നെ പരമഭക്ത, ആ ക്ഷേത്രത്തിലെ ഒരു പരമഭക്ത പറഞ്ഞു തന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവരെ കൂടെ സ്മരിച്ചുകൊണ്ട്, ആ നന്മയെ സ്മരിച്ചുകൊണ്ട് ഞാൻ ആ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ആ പറഞ്ഞ ക്ഷേത്രത്തിൽ ഈ പറയുന്ന ഒരു ദിവസം വഴിപാട് ചെയ്ത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, നടക്കാത്ത കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ അത് ഇങ്ങനെ ഒരു വീഡിയോ എനിക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ ആ ദേവിയോട്, ആ ക്ഷേത്രത്തിലെ ദേവിയോട്, അമ്മയോട് ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ ആ അമ്മയെക്കുറിച്ച് എനിക്ക് നേരത്തെ ഒരുപാട് കാര്യങ്ങൾ അറിയാമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ, അസാധ്യ കാര്യങ്ങൾ സാധിക്കുന്ന അമ്മയാണ്. പക്ഷെ എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ നിമിത്തം അമ്മയുടെ തന്നെ ഒരു പരമഭക്ത ആണ് ഒരു കാര്യം പറഞ്ഞു തന്നപ്പോഴാണ് അതൊരു വീഡിയോ ചെയ്ത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാം എന്നെനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ ആ ക്ഷേത്രം ഏതാണെന്ന് വിശദമായിട്ട് പറയുന്നുണ്ട്, വേണ്ട കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഏറ്റവും വിലയുള്ള ഒരു സമ്പാദ്യമായിരിക്കും. നിങ്ങൾക്ക് ഏത് കാര്യവും ഇങ്ങനെ സാധിച്ചെടുക്കാൻ സാധിക്കും. അപ്പം ശിവപാദങ്ങൾ സ്മരിച്ചുകൊണ്ട് ഞാൻ ആ കാര്യം പറയുകയാണ്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. ഈ വീഡിയോയിൽ ഞാൻ അമ്മയുടെ ഏത് ക്ഷേത്രമാണെന്ന് പറയുന്നുണ്ട്, ഏത് വഴിപാടാണെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം വീഡിയോയുടെ അവസാനം ഒരു 4 മന്ത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ മന്ത്രങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ ചൊല്ലിയാൽ ഫലമുണ്ടാകും. അതിൻ്റെ ചില രഹസ്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അങ്ങനെയല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതിന് നിങ്ങളല്ലേ തീരുമാനിക്കുന്നത്. ശ്രമിക്കുക, കാണാൻ ശ്രമിക്കുക. കണ്ടാൽ അതിൻ്റെ ഫലം ലഭിക്കും, അതെനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് വരികയാണ്. അതിനു മുമ്പ് ഞാൻ കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ ഒരു മെസ്സേജ് കണ്ടു. അപ്പോൾ അത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഡൽഹിയിലെ ഒരു നമ്മുടെ ഒരു വീഡിയോ ഫോളോ ചെയ്യുന്ന ആളാണ്. അവരുടെ മകനെ സ്കൂട്ടർ നഷ്ടപ്പെട്ടു ഡൽഹിയിൽ വെച്ച്. ഡൽഹിയിൽ ആയിരിക്കും അവർ താമസിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് മനസ്സിലാക്കിയ അർത്ഥത്തിൽ ആ രീതിയിലാണ് പറഞ്ഞിരുന്നത്. ഡൽഹിയിൽ അവർ താമസിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അവിടെ വെച്ച് മോൻ്റെ സ്കൂട്ടർ നഷ്ടപ്പെട്ടു. അപ്പോൾ ഡൽഹി എന്ന് പറഞ്ഞാൽ വലിയ ഒരു തിരക്കുള്ള ഒരു പട്ടണമാണല്ലോ, അറിയാമല്ലോ. നമ്മുടെ ഒരു സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ മദ്രാശി വലിയൊരു പട്ടണമാണെന്ന് പറഞ്ഞ പോലെ ഡൽഹി വളരെ ഏറ്റവും തിരക്കുള്ള ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ അവിടെ ഒരു സ്കൂട്ടർ നഷ്ടപ്പെട്ടാൽ അത് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞ പുത്തങ്കാവിലമ്മയ്ക്ക് 6 നാഴി പായസം നേർന്ന് കാണാതെ പോയ ആധാരം 2 പേരുടെ കിട്ടിയിട്ടുണ്ട്. ആ അനുഭവം ഞാനൊരു വീഡിയോ പറഞ്ഞിരുന്നു. അപ്പോൾ അവർ പുത്തങ്കാവിലമ്മയ്ക്ക് 6 നാഴി പായസം നേർന്നു. 1.5 മാസത്തിന് ശേഷം സ്കൂട്ടർ തിരിച്ചു കിട്ടി. ഒരു വലിയ സന്തോഷവും ഒക്കെ പറഞ്ഞ് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു. എന്നോട് പറഞ്ഞു, സാറേ ഇത് വീഡിയോയിൽ പറയണം, ആർക്കെങ്കിലും ഒക്കെ ഇനി ഇതുപോലെ കാണാതെ പോയ കാര്യങ്ങൾ എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടട്ടെ എന്ന് പറഞ്ഞു. ഞാനതുകൊണ്ട് അത് വീഡിയോയിൽ സൂചിപ്പിച്ചതാണ്. എനിക്ക് വലിയ സന്തോഷം. കാരണം ഞാൻ എൻ്റെ നാക്കുകൊണ്ട് പറഞ്ഞ ഒരു കാര്യമാണത്. അത് അവർക്കൊരു ബലം കിട്ടി. അതൊരു വലിയ സന്തോഷം. കാണാതെ പോയ ഒരു കാര്യം തിരിച്ചു കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അപ്പോൾ അത് വളരെ ഒരു സന്തോഷമാണ്. ഞാനിതിന് മുമ്പൊരു വീഡിയോ ഇട്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്തൊരു മാത്തുക്കുട്ടി ചായനെ കുറിച്ച് പറഞ്ഞായിരുന്നു. എനിക്ക് ഇന്നിവിടെ ഇരിക്കാൻ അവസരം നൽകിയ ഒരു നല്ല മനുഷ്യനെക്കുറിച്ച്. അപ്പോൾ അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് ഇന്നിവിടെ നിന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്കൊരു ഇരിപ്പിടം നൽകിയ ആളാണ് അദ്ദേഹം. അപ്പോൾ ഞാൻ ദൈവതുല്യമായിട്ടാണ് കാണുന്നത്. ഒരു വീഡിയോയ്ക്ക് ഞാൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം മരിച്ചു പോയായിരുന്നു. അപ്പോൾ ഒരു വീഡിയോയ്ക്കകത്ത് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കുറേ പറഞ്ഞിരുന്നു, എൻ്റെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്, ഇവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു തരുന്നത് ആ നല്ല മനുഷ്യൻ്റെ ഒരു നല്ല മനസ്സുകൊണ്ട് കൂടിയാണ്. എനിക്കൊരു ഇരിപ്പിടം കിട്ടിയത് അദ്ദേഹം കാരണമാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്നും ഈശ്വരൻ നന്മ വരുത്തട്ടെ എന്ന് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
അപ്പോൾ ഒരിക്കലും ഈ കാണാതെ പോയതിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഓർത്തപ്പം പറയുന്നതാണ്. ഈ മാത്തുക്കുട്ടിച്ചായന് പ്രത്യേകിച്ച് എനിക്ക് യാതൊന്നും ചെയ്യാൻ എൻ്റെ യാതൊന്നിൻ്റെ ആവശ്യം പുള്ളിക്കില്ല. കാരണം പുള്ളി അതിസമ്പന്നനായിരുന്നു. അപ്പോൾ എനിക്ക് പുള്ളി ഒരു സഹായം ജീവിതത്തിൽ നൽകി. എനിക്കൊരു ഇരിപ്പിടം തന്നു, ഒരു ഓഫീസ് പുള്ളിക്കാരനെ കിട്ടി. പക്ഷേ എനിക്ക് ഒരു ഉപകാരവും പുള്ളിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല ജീവിതത്തിൽ. അപ്പോൾ അതിൻ്റെ ആവശ്യം പുള്ളിക്ക് ഇല്ലതാനും, പുള്ളി അത് ആഗ്രഹിക്കുന്നില്ലതാനും. എന്നെക്കൊണ്ട് പുള്ളിക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മാത്തുക്കുട്ടിച്ചാൻ എന്നെ വിളിച്ചു പറഞ്ഞു, 10 പവൻ്റെ ഒരു മാല കാണാതെ പോയി, താനൊന്ന് നോക്കി പറയാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയൊന്നും പറയാറില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രശ്നം വെച്ച് പറയാറില്ല. ഞാൻ ഹസ്തരേഖ, ഗ്രഹനില, സംഖ്യാജ്യോതിഷം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. പക്ഷെ മാത്തുക്കുട്ടിച്ചായൻ പറഞ്ഞാൽ എനിക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. എനിക്ക് മാത്തുക്കുട്ടിച്ചായന് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏക നല്ല കാര്യമാണ് 10 പവൻ്റെ മാല കാണാതെ പോയി. ഇപ്പം എന്നെ സംബന്ധിച്ചോളം അത് അദ്ദേഹത്തിന് വേണ്ടി എനിക്ക് അത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഏതായാലും രാശി വെച്ചു, ഞാൻ നോക്കി, എനിക്കറിയാവുന്ന ഈശ്വരന്മാരെ എല്ലാം വിളിച്ചു, എൻ്റെ ഗുരുക്കന്മാരെ വിളിച്ചു. കാരണം എനിക്ക് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് ജീവിതത്തിൽ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്ത് ഇന്ന സ്ഥാനത്ത് നോക്കാൻ പറഞ്ഞു. എനിക്ക് അവരുടെ പെരയ്ക്കകത്തെ സ്ഥാനങ്ങൾ അറിയത്തില്ല, ദിക്കും ഓരോ അടയാളങ്ങളും പറഞ്ഞു കൊടുത്ത് എനിക്ക് രാശി ബോധ്യമായ അടിസ്ഥാനത്തിൽ ഞാനത് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതിന് ഞാൻ അങ്ങനെ നോക്കാത്തതാണ്. എനിക്ക് പഴയ പല പ്രാചീന ഗ്രന്ഥങ്ങളും അന്ന് അതിനുവേണ്ടി പരിശോധിക്കേണ്ടതായിട്ട് വന്നു. കാരണം ഞാനങ്ങനെ പ്രശ്നം വെക്കാറില്ല. ഗ്രഹനിലയും സംഖ്യാജ്യോതിഷവും ഹസ്തരേഖയുമാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അതിനും മാത്തുക്കുട്ടിച്ചായന് വേണ്ടി തന്നെ ഞാൻ പഴയ പല ഗ്രന്ഥങ്ങളും പരിശോധിച്ച് ആ ഒരു കാര്യത്തിന് വേണ്ടി തന്നെ ഒരുപാട് പ്രാർത്ഥനയോടെയാണ് ചെയ്തത്. 10 പവൻ്റെ മാല കിട്ടി. പുള്ളിക്ക് വലിയ സന്തോഷമായിപ്പോയി. ഞാൻ ഇന്നും ഓർക്കുന്നു, അദ്ദേഹത്തിന് ആ ഒരു കാര്യമാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണും. ഈ കാണാതെ പോയ കാര്യം പറഞ്ഞുകൊണ്ട് ഓർത്തപ്പോൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു വാട്സപ്പിൽ മെസ്സേജ് ഇന്നലെ കണ്ടായിരുന്നു. അതിനകത്ത് ക്ലെയിം എന്ന മന്ത്രബീജം ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പ്രത്യേക രീതിയിൽ ജപിക്കണമെന്ന്. വീഡിയോ ഒക്കെ എത്ര പേര് കണ്ടെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും അത് ഒരു തമിഴ്നാട്ടുകാരിയാണ്, അപ്പോൾ മലയാളിയാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ആ മലയാളി ആയ അവർ ഗൾഫിൽ ജോലി ചെയ്യുന്നതാണ്, നല്ലൊരു ആളാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് മാറ്റം ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു വ്യക്തിയാണ്, ഒരുപാട് നന്മകളും ചെയ്യുന്നതാണ്. ശമ്പളം കിട്ടുമ്പോഴൊക്കെ അതിൻ്റെ ഒരു വിഹിതം ആശുപത്രി കേസ് കെട്ടുന്നതിനൊക്കെ കൊടുക്കും, എന്തും ചെയ്യാൻ നല്ല മനസ്സുള്ള ഒരു ആളാണ്. അപ്പോൾ അവർ എൻ്റെ ഈ വീഡിയോയിലേക്ക് കാര്യം ഒരു തമിഴ്നാട്ടുകാരിക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർ ഈ തമിഴ്നാട്ടുകാരി ആയ അവർക്ക് ഒരുപാട് കടബാധ്യതയുണ്ട്. 6-8 ലക്ഷം രൂപ കടബാധ്യത ഉണ്ട്. അപ്പോൾ ആ ഒരു വിഷമം പറഞ്ഞപ്പം ഇതൊന്നും ചെയ്തു നോക്കാൻ പറഞ്ഞു. ഈ ക്ലെയിം എന്ന് പറഞ്ഞ ഈ വീഡിയോ പറഞ്ഞ കാര്യം അവരത് ചെയ്തു. അവരുടെ കടം മാറി, കടം വീടി. ആ ഒരു സന്തോഷം എനിക്ക് വീഡിയോയിൽ അവർ ഇട്ടു തന്നു. അപ്പോൾ ആ തമിഴ്നാട്ടുകാർ പറഞ്ഞു, അവർക്ക് എന്നെ അറിയത്തില്ല, എൻ്റെ വീഡിയോയിൽ പറഞ്ഞത് അവർ എൻ്റെ വീഡിയോ കാണുന്ന ആ മലയാളി പറഞ്ഞു കൊടുത്താണ്. അപ്പോൾ അവരോട് പറഞ്ഞു, തമിഴ്നാട്ടുകാർ പറഞ്ഞു, എന്താണ് നിങ്ങൾക്ക് മേടിച്ചു തരേണ്ടത്? ആ സന്തോഷം കൊണ്ട് 6-8 ലക്ഷം രൂപ ഈ ക്ലെയിം അവർ പ്രത്യേക രീതിയിൽ ജപിച്ചു കഴിഞ്ഞപ്പം അവർക്കത് കടം വീടാനുള്ള മാർഗങ്ങൾ വന്നു, കടം വീടി. ഒരു വലിയ കാര്യമാണ് അതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇതിനകത്ത് അവർ അതുപോലെ പ്രാർത്ഥനയോടെയും വിശ്വാസത്തോടെയും ചെയ്തു. അതുകൊണ്ടുകൂടിയാണ് വഴിയെ ഞാൻ പറഞ്ഞു കൊടുത്തുള്ളൂ. അപ്പോൾ അവർ ഈ മലയാളി അവരോട് ചോദിച്ചു, എന്താണ് ഞാൻ മേടിച്ചു തരേണ്ടത്? അവർ പറഞ്ഞു, ഒന്നും മേടിച്ചു തരണ്ട, എനിക്ക് വിശ്വാസമുള്ള ഇതുപോലെ അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടു, ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നു, അപ്പോൾ നിങ്ങൾക്കൂടെ ഫലമായിട്ടെന്ന് കരുതി പറഞ്ഞതെന്നാണ്. നിങ്ങളിതിനെ മറ്റുള്ളവർക്കൂടെ പറഞ്ഞു കൊടുക്കുക, അത് മാത്രം മതിയെന്ന നന്മയുള്ള അവർ പറഞ്ഞു. ഇതെല്ലാം എൻ്റെ നാവിൽ നിന്ന് പോയ കാര്യങ്ങളാണ്. അപ്പോൾ അത് വലിയ സന്തോഷം അവർ പറയുമ്പോൾ. പിന്നെ ഞാൻ ഇന്നലെ ഒരു ശിവവിദ്യ ഇട്ടായിരുന്നു. ശിവവിദ്യ രാവിലെ 5:30 കടക്കപ്പായ ഇരുന്നുകൊണ്ട് ശിവായ നമ്മൾ ഒരു പ്രത്യേക രീതി ജപിക്കുന്നത്, അത് ചെയ്ത അവർക്ക് ഒരു സ്ഥലവും വീടും വാങ്ങാൻ പറ്റി, പിന്നെ നല്ല ജോലി കിട്ടി, അങ്ങനെയുള്ള ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ഇന്നലെ വീഡിയോയിലും പറഞ്ഞായിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞതെന്ന്. ഇതെല്ലാം ജീവിതം അടിമുടി മാറ്റുന്ന കാര്യങ്ങളാണ്. അജഗജാന്തരം, ഒരു ആടിൽ നിന്ന് ആനയിലേക്കുള്ള മാറ്റം, അജഗജാന്തരം ജീവിതം മാറ്റുന്നതാണ്. ചെറിയ കാര്യങ്ങളല്ല, ചെറിയ കളിയല്ലത്. പക്ഷേ ഇതെല്ലാം ലളിതമായ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് അതുപോലുള്ളൊരു കാര്യമാണ് ഇന്ന് പറയുന്നത്. ചങ്ങന്നൂർ അമ്മയ്ക്ക് വ്യാഴാഴ്ച ദിവസം വഴിപാട് ചെയ്താൽ എന്ത് കാര്യം അമ്മ നടത്തിത്തരും, ഏത് ജീവിതവും മാറും. എഴുതി വെച്ചു, ശരിയായിട്ട് ചെയ്തവരുടെ എല്ലാം ജീവിതം മാറിയിട്ടുണ്ട്.
അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞു തരുന്നത്. കരഞ്ഞു വിളിച്ചു. വ്യാഴാഴ്ച ദിവസം ചെങ്ങന്നൂരമ്മയ്ക്ക് വഴിപാട് ചെയ്താൽ അവരുടെ ജീവിതം ഒരു ദിവസം ചെയ്തുകൊണ്ട് ഒരു വ്യാഴാഴ്ച ചെയ്തുകൊണ്ട് കാര്യമില്ല, ആവർത്തിക്കണം. അമ്മയെ തീരുമാനിക്കേണ്ടത് എപ്പോഴാണ് അനുഗ്രഹിക്കുന്നത്, നമ്മുടെ മുന്നേ ആവർത്തിക്കുക എന്നുള്ളൊരു കാര്യമുള്ളൂ. അമ്മയ്ക്കൊരു കണക്കിട്ട് കൊടുക്കാൻ നമ്മൾ ആളല്ല. ഒരു 3 വ്യാഴാഴ്ച ചെയ്യേ, 7 വ്യാഴാഴ്ച ചെയ്യേ, അല്ലെ 11 വ്യാഴാഴ്ച ചെയ്യേ എന്ന് അമ്മയ്ക്കൊരു കണക്കിട്ട് കൊടുക്കാൻ നമ്മൾ ആളല്ല. ആവർത്തിക്കണം. അത് അമ്മയെ തീരുമാനിക്കേണ്ട എപ്പോൾ അനുഗ്രഹിക്കും. ചിലപ്പോൾ ആദ്യം തന്നെ അനുഗ്രഹിക്കും, ചിലപ്പോൾ ഒരു 3 വ്യാഴാഴ്ച കഴിഞ്ഞായിരിക്കും, ചിലപ്പോൾ 8 വ്യാഴാഴ്ച കഴിഞ്ഞായിരിക്കും. അത് അമ്മയുടെ ഇരിക്കുന്ന കാര്യമാണ്. നമ്മുടെ ഈ കരഞ്ഞ് പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്യാന്നുള്ളൂ. അങ്ങനെ ചെയ്ത് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ മാറിയ അമ്മയുടെ തന്നെ ഒരു പരമഭക്തയാണ്. അവരുടെ അനുഭവം എന്നോട് പറഞ്ഞു. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ അവർക്ക് മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പം എന്നോട് ഇങ്ങനെ ഒരു അനുഭവം പറഞ്ഞു. ഇതൊരു എല്ലാവർക്കും പ്രയോജനം. ചെങ്ങന്നൂരമ്മയെക്കുറിച്ചൊരു വീഡിയോ ഇടണമെന്ന് നേരത്തെ ഉണ്ടായിരുന്നു. കാരണം അമ്മയുടെ ചില രഹസ്യങ്ങൾ എനിക്കറിയാം. എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ഞാൻ ശിവോപാസകനാണ്. അപ്പം ചെങ്ങന്നൂരമ്മയെന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തിയുള്ള ഭാവമാണ്, ദേവിയാണ് അവിടുത്തെ. ഒരു സംശയം വേണ്ട, ഏറ്റവും ശക്തിയുള്ളതാണ്. എന്നുവെച്ചാൽ എല്ലാ ദേവിമാരും ശക്തിയുള്ളത് തന്നെയാണ്. പക്ഷെ ചെങ്ങന്നൂരമ്മ ആ പാർവതി ദേവിയുടെ പരമമായ അവതാരം തന്നെയാണ്. അതായത് അവിടെ പ്രത്യക്ഷത്തിൽ അമ്മയുടെ ശക്തിയെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല, എനിക്കത് പറയാനുള്ള കഴിവില്ല, അത് വിവരിക്കാനുള്ള ശക്തിയില്ല, ഞാൻ അശക്തനാണ്. എങ്കിലും എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അമ്മ എനിക്ക് പല കാര്യങ്ങളും, ഞാൻ ഭദ്രകാളിയുടെ പല രഹസ്യ വിദ്യകളും ഒക്കെ പലർക്കും ഞാൻ പറഞ്ഞു കൊടുത്ത് അത് പ്രയോജനം കിട്ടിയതൊക്കെ ഇപ്പോഴെല്ലാം ഞാൻ ചെങ്ങന്നൂരമ്മയെക്കുറിച്ച് പലപ്പോഴും ഞാൻ വീഡിയോയിൽ ചെങ്ങന്നൂരമ്മയെ ശരണം എന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു. അമ്മയുടെ അനുഗ്രഹം തന്നെയാണ്. അപ്പം ചെങ്ങന്നൂരമ്മയെക്കുറിച്ച് എനിക്ക് കാര്യം പറഞ്ഞു തരാൻ സാധിച്ചതിൽ അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ്. അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. ശിവപാദങ്ങളും സ്മരിക്കുന്നു, ചെങ്ങന്നൂരമ്മയുടെ പാദങ്ങളും സ്മരിക്കുന്നു. വ്യാഴാഴ്ച ദിവസം ചെങ്ങന്നൂർ അമ്പലത്തിൽ, ചെങ്ങന്നൂർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, ചെങ്ങന്നൂർ അമ്പലത്തിൽ അമ്മയ്ക്ക് നിങ്ങൾക്ക് സാമ്പത്തിക ഉയർച്ചയാണ് വേണ്ടതെങ്കിൽ കടുംപായസം, ചുമന്ന പൂക്കൾ കൊണ്ടുള്ള മാല, ചെമ്പരത്തി മാലയോ ചെത്തിപ്പൂ മാലയോ എന്നാന്ന് വെച്ചാൽ ചുമന്ന പൂക്കൾ കൊണ്ടുള്ള മാല. അത് അവിടെ എന്താ അവിടുത്തെ രീതി, അവിടെ ഓരോ ക്ഷേത്രത്തിലും ഓരോ സമയങ്ങളിലും അവിടുത്തെ രീതികൾ എന്താണെന്നനുസരിച്ച് ചെയ്യുക. അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ഞാൻ ആ ഒരു ഇത് പറയുന്നതേ ഉള്ളൂ പൊതുവായിട്ട്. കടുംപായസം, ചെമ്പരത്തി മാല, നെയ്വിളക്ക്, ഇത് വ്യാഴാഴ്ച ചെയ്യുക. ചൊവ്വായും വെള്ളിയും ദേവീ ക്ഷേത്രത്തിലെല്ലാം പ്രധാനമാണ്, നല്ലത് തന്നെയാണ്. അത് ഏറ്റവും നല്ലതാണ്. ഞാൻ പറഞ്ഞത് ഈ വ്യാഴാഴ്ചയിൽ ചില രഹസ്യങ്ങളുണ്ട് ഭദ്രകാളി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, അതാണ് പറഞ്ഞു തരുന്നത്. അത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അടിപൊളി മാറ്റം ജീവിതം. അപ്പോൾ ഇത് സാമ്പത്തികമാണ് വേണമെങ്കിൽ വ്യാഴാഴ്ചകൾ കടുംപായസം, ചെമ്പരത്തിമാല, അല്ലെ ചുമന്ന പൂക്കൾ കൊണ്ടുള്ള മാല. ചെമ്പരത്തിമാലയാണ് കുറച്ചുകൂടി നല്ലത്, അല്ലെ ചുമന്ന പൂക്കൾ കൊണ്ടുള്ള മാല. ഇനി അവിടെ അമ്മയ്ക്ക് അപ്പോൾ നിങ്ങൾക്ക് സമർപ്പിക്കാൻ പറ്റുന്ന മാല ഏതാകുമ്പോൾ സമർപ്പിച്ചാലും മതി. കടുംപായസം, ചെമ്പരത്തിമാല കിട്ടുമെങ്കിൽ ചെമ്പരത്തിമാല, പറ്റുമെങ്കിൽ ചെമ്പരത്തിമാല, അല്ലെങ്കിൽ അവിടെ സമർപ്പിക്കാൻ പറ്റുന്ന മാല, അതിൽ ചുമന്ന പൂക്കളുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്, അല്ലെ വെള്ളപ്പൂക്കളോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടുത്തെ അപ്പോൾ ഉള്ള പോലെ ചെയ്യാം. അതിൻ്റെ അകത്തൊന്നും ഒരു കൺഫ്യൂഷൻ്റെ കാര്യമില്ല. അപ്പോൾ കടുംപായസം, ചെമ്പരത്തിമാല, നെയ്വിളക്ക്. ഈ നെയ്വിളക്കിനകത്ത് ചില കാര്യമുണ്ട് കേട്ടോ. ഈ വ്യാഴാഴ്ച ഇത്രയും അമ്മയ്ക്ക് സമർപ്പിച്ച് സാമ്പത്തികം പ്രാർത്ഥിക്കുക, കരഞ്ഞ് പ്രാർത്ഥിക്കുക. ചെങ്ങന്നൂരമ്മയ്ക്ക് എന്ത് അസാധ്യ കാര്യവും സാധ്യമാക്കാനുള്ള കഴിവുണ്ട്. പണ്ട് കാലത്ത് മാന്ത്രികന്മാരുടെ അവസാന വാക്കായിരുന്നു അമ്മ. അമ്മയെ വിളിച്ച് സാധിക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ ചില ഒരു കാര്യങ്ങൾ എനിക്ക് അതിനെക്കുറിച്ച് അറിയാം. അതുകൊണ്ടാണ് അമ്മയെക്കുറിച്ച് ഞാൻ പണ്ടേ ഒരു വീഡിയോ ഇടണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണ്ടത് ഞാൻ പറഞ്ഞിരുന്നുണ്ട്, അത് ചെയ്യുക. അമ്മയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഇനിയും വിവാഹക്കാര്യമാണെങ്കിൽ വ്യാഴാഴ്ച സ്വയംവര പുഷ്പാഞ്ജലി നടത്തുക. നിങ്ങൾ അമ്മയെ ഭക്തിയോടെ വിശ്വാസത്തോടെ കരഞ്ഞപേക്ഷിക്കുകയാണെങ്കിൽ നടന്നിരിക്കും ഏത് കാര്യവും, ഒരു സംശയം വേണ്ട. അമ്മയുടെ മുന്നിൽ നിങ്ങൾ ദാസനായിട്ട് കരഞ്ഞപേക്ഷിക്കണം. മനസ്സിൽ സംശയമില്ലാതെ പൂർണ്ണമായിട്ട് അമ്മയെ വിശ്വസിച്ച് കരഞ്ഞപേക്ഷിച്ചാൽ ആ കാര്യം അമ്മ നടത്തി തന്നിരിക്കും, ഒരു സംശയം വേണ്ട. അപ്പോൾ ഇത് നിങ്ങൾക്ക് വ്യാഴാഴ്ച ചെയ്യാം. എന്തോ അമ്മ സാധിക്കും, നിങ്ങളുടെ ആവശ്യം പോലെ. സാമ്പത്തികമാണെങ്കിൽ അതിനുള്ള കാര്യം ചെയ്യുക, വിവാഹാദി കാര്യങ്ങളാണെങ്കിൽ അതിനുള്ള കാര്യം ചെയ്യുക. നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനുള്ള. അതുപോലെ രാഷ്ട്രീയക്കാരൊക്കെ ആണെങ്കിൽ അശ്വാരൂഢം ചെങ്ങന്നൂർ അമ്പലത്തിൽ അർച്ചനയുണ്ട്.
അത് ചെയ്താൽ ഭയങ്കരമായിട്ടൊരു വശ്യമുണ്ടാവും. പിന്നെ ഇത് കരഞ്ഞ അമ്മയോട് പ്രാർത്ഥിച്ചാൽ മതി. അമ്മ വിചാരിച്ചാൽ എന്തും സാധ്യമാണ്. ഇത് ഭയങ്കര സംഭവമായി പറഞ്ഞിരുന്ന കേട്ടോ, ചെറിയ കാര്യമൊന്നുമല്ല, ചെറിയ കാര്യമല്ല. ഞാൻ പറയുന്ന പല കാര്യങ്ങളും ഒരുപാട് ആളുകളുടെ ഒരുപാട് കാര്യങ്ങൾ നിവൃത്തിയാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ സിമ്പിളായിട്ടിരുന്ന് പറയുമ്പം സിമ്പിളൊന്നും അല്ലത്, ഇത് വലിയ സംഭവങ്ങളായി പറഞ്ഞത്. അപ്പോൾ അമ്മ ഏത് കാര്യവും സാധിച്ചു തരും. ഒരിക്കൽ ഒരു ആധാരം എഴുതാൻ പോയപ്പോൾ ഒരു ആളുകൾ അവരുടെ വേറെ ചില പാർട്ടികൾ, വേറെ ചില അവർക്കെതിരെയുള്ള ചില ആളുകൾ, അവർ തന്നെ ബന്ധുക്കാരോ ഒക്കെ ആയിരിക്കാം, ആധാരം എഴുതിപ്പിക്കത്തില്ല, തടയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ ഭദ്രകാളിയുടെ ഒരു വിദ്യ കുളിച്ചീറനോടെ ചെയ്തിട്ട് അവർ പോയി, ആരും ഏരിയ പോലും വന്നില്ല തടയാൻ. അങ്ങനെ സുഖമായിട്ട് ആധാരം എഴുതാൻ പറ്റി. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ. അപ്പോൾ ഇത് ചെറിയ കാര്യങ്ങളല്ല, ശരിയായിട്ട് ചെയ്താൽ അത് മതി ജീവിതം മാറാൻ. അപ്പം ഇത് നിങ്ങൾ ചെയ്യുക, ഏത് കാര്യവും അമ്മ സാധിച്ചു തരും. അതുപോലെ തന്നെ ഇനിയും ഒരു കാര്യം കൂടെ പറയാം. ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അതും നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല. വാട്സപ്പിലെ വർക്കുകൾ തന്നെ സമയത്തിന് തീരുന്നില്ല. അപ്പോൾ അത് ഞാൻ സമയമെടുത്താണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ചെയ്യുന്നതിനോട് ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് സമയമെടുത്താണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ് വർക്ക് തീരാൻ താമസം വരും. അപ്പം ഒരുപാടൊന്നും എടുക്കത്തില്ല, എനിക്ക് പറ്റുന്നത് മാത്രം കുറച്ച് തൃപ്തമായിട്ട് ചെയ്യാവുന്ന കുറച്ച് വർക്കുകൾ എടുക്കും, അത് ചെയ്യും. ഹസ്തരേഖ, സംഖ്യ, ജ്യോതിഷം, ഗ്രഹനില, ഇതാണ് പരിശോധിച്ചത്. വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ടൊരു വ്യക്തിക്ക് എന്ത് വേണോ അത് പറഞ്ഞു കൊടുത്തിരിക്കും. അതിനേതറ്റം വരെയും സമയമെടുത്താണ് ഞാൻ പരിശോധിക്കും. അപ്പോൾ വേണ്ട ഒരു വാട്സപ്പ് ഇടുക, ഫ്രീ ആകുമ്പോൾ റിപ്ലൈ ചെയ്തരും. അത് കേട്ടിട്ട് ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. പിന്നെ നല്ല പ്രാർത്ഥനകളും ഭാഗ്യസംഖ്യയും ഭാഗ്യനിർവ്വഹമൊക്കെ. അപ്പം ഒരാൾക്ക് വേണ്ടത് എവറിത്തിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് താല്പര്യം, കേട്ടിട്ട് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. അത് എല്ലാവരും ചെയ്യാനും പറ്റത്തില്ല, കുറച്ച് മാർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. അതാണ് സാഹചര്യം. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, അതുകൊണ്ട് പറഞ്ഞേക്കാം. കാരണം പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും, അവർക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഇനിയും നിങ്ങൾക്കിപ്പം എൻ്റെ വീഡിയോ കാണുന്നത് ഒരുപാട് ദൂരെയുള്ള ആളുകളുണ്ട്, മലപ്പുറത്ത്, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ, അല്ലെങ്കിൽ ഇങ്ങേറ്റം കേരളത്തിലെ മിക്കവാറും ഓൾമോസ്റ്റ് പല സംസ്ഥാനങ്ങളിലുള്ള മലയാളീസ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. അല്ല, കേരളത്തിലെ അല്ല, ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിൽ ഇങ്ങേറ്റം നേപ്പാളി വരെയുള്ള മലയാളീസ് താമസിക്കുന്നിടത്തൊക്കെ ഒരുപാട് ആളുകൾ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇപ്പം ചെങ്ങന്നൂർ അമ്പലത്തിൽ വരാനോ വഴിപാട് ചെയ്യാനോ പറ്റിയെന്നിരിക്കത്തില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. വരാൻ പറ്റുന്നവർ വന്ന് ചെയ്യുക, അല്ലാത്തവർ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ താമസിക്കുന്നതിൻ്റെ, നിങ്ങൾ എവിടെ താമസിക്കുന്നത് അതിൻ്റെ തെക്ക് ദിക്കിലോ തെക്ക് കിഴക്ക് ദിക്കിലോ ഉള്ള ഭദ്രകാളി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി ഈ പറഞ്ഞ കാര്യം വ്യാഴാഴ്ച കടുംബായുസം, ചെമ്പരത്തിമാല ഇല്ല എന്നുണ്ടെങ്കിൽ ചുമന്ന പൂക്കൾ കൊണ്ടുള്ള മാല മതി, അല്ലെ വെള്ള പൂക്കൾ കൊണ്ടുള്ള മാലയാണേലും മതി. ഇനി അതിൻ്റെ അകത്തൊരു വിഷമത്തിൻ്റെ കാര്യമില്ല. അല്ലെ ഒരു രക്തപുഷ്പാഞ്ജലി കഴിച്ചാലും മതി. അപ്പം കടുംബായുസം, രക്തപുഷ്പാഞ്ജലി, അല്ലെ കടുംബായുസം, ചെമ്പരത്തിമാല, ഒരു നെയ്വിളക്ക്, ഇത് വ്യാഴാഴ്ച ദിവസം സമർപ്പിച്ച് സാമ്പത്തിക കാര്യം പ്രാർത്ഥിച്ചാൽ സാമ്പത്തികം ഉണ്ടാകും. കരഞ്ഞ് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ അടുത്തുള്ള, നിങ്ങൾ എവിടെ താമസിച്ചാലും നിങ്ങൾ താമസിക്കുന്നതിന് തെക്ക് ദിക്കിലോ തെക്ക് കിഴക്ക് ദിക്കിലോ ഉള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകണം. അങ്ങനെ ഒരു ഭദ്രകാളി ക്ഷേത്രം ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയാലും മതി കേട്ടോ. ഇനി ഇതിനെല്ലാം സൊല്യൂഷനുണ്ട്. നിങ്ങളതൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല, സന്തോഷമായിട്ടിരിക്കുക. ഈ കാര്യം ചെയ്യുക. വ്യാഴാഴ്ച ദിവസം പോകണമെന്നല്ലേ ഉള്ളൂ. വിവാഹകാര്യമാണ് സ്വയംവര പുഷ്പാഞ്ജലി ചെയ്യുക. സാമ്പത്തിക കാര്യമാണെങ്കിൽ കടുംബായുസം, ചുമന്ന പൂക്കൾ കൊണ്ടുള്ള മാല, ചെമ്പരത്തിമാല, അതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ രക്തപുഷ്പാഞ്ജലി, നെയ്വിളക്ക്, ഇത് ചെയ്യുക. കരഞ്ഞ് പ്രാർത്ഥിക്കുക. വ്യാഴാഴ്ചകൾ സാധിക്കുന്ന പോലെ ആവർത്തിക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഉള്ള കാര്യമായി. എല്ലാവർക്കും വേണ്ടി ഞാൻ സംസാരിക്കത്തുള്ളൂ. ഇനിയും പറയുന്ന ഒരു കാര്യം, ഞാനൊരു 3-4 മന്ത്രങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു രഹസ്യം പറഞ്ഞു തരാം. കാരണം ഞാൻ പറഞ്ഞ രീതിയിൽ അത് ചെയ്തവർക്ക് ബലമുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു രഹസ്യം പറയാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിലേക്ക് വരാം. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ചില വീടുകളിൽ കണ്ടിട്ടുണ്ട്, ചില പാവങ്ങളുടെ വീട്ടിൽ ഒരു മാവ് നിന്നാൽ പോലും അത് വലിയ രീതിയിൽ മാങ്ങ ഉണ്ടാകുകയോ ഒന്നും ചെയ്യത്തില്ല. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. വലിയ അവർക്ക് മാങ്ങ ചിലപ്പോൾ അത്യാവശ്യമുള്ളവരായിരിക്കും, അതുപോലെ ദാരിദ്ര്യത്തിലായിരിക്കും. ഒരു മാങ്ങ കിട്ടിയാൽ കറിക്ക് അരയ്ക്കാമെന്നുള്ളവരുടെ വീട്ടിൽ ചിലപ്പോൾ മാങ്ങ ഉണ്ടാകത്തില്ല, മാവ് ഉണ്ടെങ്കിലും. എന്നാൽ വലിയ പണക്കാരുടെ വീട്ടിൽ, വലിയ സാമ്പത്തിക സ്ഥിതി ഉള്ളവരുടെ വീട്ടിൽ
അവർക്ക് ഈ മാവ് കൊണ്ടോ മാങ്ങ കൊണ്ടോ ഒരു കാര്യമില്ലെങ്കിലും അവരുടെ വീട്ടിൽ ഒരു മാവ് ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ മാങ്ങയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കാര്യമുണ്ട്, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് ഈ മന്ത്രം പറയാൻ വേണ്ടി മനസ്സിലാകാൻ വേണ്ടിയാണ് പറയുന്നത്. അതിൻ്റെ അകത്തൊരു കാര്യമുണ്ട്. എന്നാണെന്നറിയോ, ഈ ദാരിദ്ര്യത്തിൽ കഴിയുന്നവൻ്റെ മനസ്സിലെപ്പോഴും നിരാശയായിരിക്കും. ഈ നിരാശ ഉള്ളപ്പം ഈ പ്രകൃതിയിലെ ഒരു അനുഗ്രഹം പോലും അവനിൽ നിന്ന് മാറി നിൽക്കും. അവനായിരിക്കും പ്രകൃതി ദുരന്തങ്ങളും അല്ലെ എല്ലാ ദുരന്തങ്ങളും തന്നെ വന്നുകൊണ്ടിരിക്കും നിരാശയുള്ള മനസ്സിൽ. അതേസമയം സാമ്പത്തികം ഉള്ളവൻ എപ്പോഴും മനസ്സിൽ സന്തോഷമാണ്, സമൃദ്ധിയാണ്. അപ്പോൾ ആ സമൃദ്ധി ഉള്ളതുകൊണ്ട് തന്നെ അവന് ചുറ്റുമുള്ള ആ പ്രകൃതി, അപ്പോൾ ആ മാവിലൊക്കെ ആണെങ്കിലും ഇഷ്ടംപോലെ മാങ്ങയൊക്കെ ഉണ്ടാകും. കാരണം അവൻ്റെ മനസ്സിൽ മുഴുവൻ സമൃദ്ധിയാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ബോധവും പ്രപഞ്ചബോധവുമായി ബന്ധമുണ്ട്. നമ്മുടെ മനസ്സിൽ സന്തോഷം സമൃദ്ധി ഉണ്ടെങ്കിൽ നമ്മുടെ ചുറ്റും സന്തോഷവും സമൃദ്ധിയും പ്രകൃതിയിൽ തന്നെ ആ സമൃദ്ധി കാണാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ? അത് ഒരു ആഴത്തിലുള്ളൊരു വിഷയമാണ്. അപ്പോൾ സന്തോഷമായിട്ടിരിക്കുക, നിങ്ങൾ സമൃദ്ധിയെക്കുറിച്ച് ചിന്തിക്കുക, നിങ്ങളുടെ ചുറ്റും സമൃദ്ധി ഉണ്ടായി വരും. അത് കാരണം നിങ്ങളുടെ ബോധവും പ്രപഞ്ചബോധവും കണക്റ്റഡാണ്. നിങ്ങൾ നിരാശയെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ആ നിരാശ ഉണ്ടാകുന്ന കാര്യങ്ങൾ ആയിരിക്കും എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേ നമ്മൾ ചില കടകളിൽ കയറുമ്പോൾ, മറ്റൊരു ഉദാഹരണമാണ്, ചില കടകളിൽ കയറുമ്പോൾ ഈ കടകളിൽ സാധനമൊന്നും കാണത്തില്ല. ഈ കടയിലെ മുതലാളിയാണെങ്കിലും അല്ലെങ്കിൽ ജോലിക്കാരനാണെങ്കിലും എപ്പോഴും ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള കടകളിൽ ആരെങ്കിലും കയറുമോ? ഒന്നും സാധനമില്ല, അവിടെ സമൃദ്ധിയില്ല. രണ്ട്, ഈ കച്ചവടക്കാരനും അല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്ന വ്യക്തിയും വളരെ വിഷമത്തോടു കൂടിയാണ്. നമുക്ക് ആ മുഖം കാണുമ്പോൾ നമുക്കവിടെ കയറാൻ തോന്നില്ല. എന്നാൽ വളരെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് സമൃദ്ധിമായ ഒരു ഷോപ്പിൽ ആ കസ്റ്റമേഴ്സിനോട് തൊഴിലാളിയോ മുതലാളിയോ വളരെ സന്തോഷത്തോടു കൂടി ഇടപെടുകയാണെങ്കിൽ നമ്മൾ ആ ഷോപ്പിലേ കയറത്തുള്ളൂ. കാരണം സമൃദ്ധി എപ്പോഴും സമൃദ്ധിയെ ആകർഷിക്കും എന്നുള്ളതാണ് അതിൻ്റെ രഹസ്യം. അതുപോലാണ് നമ്മുടെ ഉള്ളിലുള്ള സമൃദ്ധിയും നമ്മുടെ ചുറ്റിലുള്ള സമൃദ്ധിയെ ആകർഷിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം എന്താ? സന്തോഷമായിരിക്കുക. നിങ്ങളുടെ മനസ്സിൽ സന്തോഷമുണ്ടാകുമ്പോൾ, സമൃദ്ധി ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ചുറ്റിലും നല്ല കാര്യങ്ങൾ നടക്കും, നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. മനസ്സിൽ നിന്ന് നിരാശ പൂർണ്ണമായിട്ടും കളയണം. അപ്പോൾ എന്തുകൊണ്ടാണ് നിരാശപ്പെട്ടുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഏത് കാര്യത്തിനും പരിഹാരം കണ്ടെത്തി അതിനുവേണ്ടി പ്രവർത്തിച്ചാലേ അതിൽ മാറ്റം ഉണ്ടാകത്തുള്ളൂ. നിരാശപ്പെട്ടു എന്ന് കരുതി ഒരു കാര്യത്തിനും ഒരു മാറ്റവും വരത്തില്ല. പിന്നെ അങ്ങനെ നമുക്കൊരു പ്രയോജനമില്ലാത്ത നിരാശ കൊണ്ടു നടക്കുന്നതിൽ ഒരർത്ഥവുമില്ല. നമ്മളൊരു കാര്യത്തിന് മനസ്സിലാക്കി അതിന് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുമ്പോഴേ ആ കാര്യം മാറത്തുള്ളൂ. നിരാശപ്പെട്ടുകൊണ്ടിരുന്നുകൊണ്ട് ഒരു കാര്യമില്ല. അങ്ങനെ കാര്യമില്ലാത്തൊരു നിരാശ കൊണ്ട് അങ്ങനെ ഒരു പ്രയോജനമല്ല എടുത്ത് കളയുക. സന്തോഷം കൊണ്ട് പക്ഷേ പ്രയോജനമുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള സമൃദ്ധി ചുറ്റുമുള്ള സമൃദ്ധിയെ ആകർഷിക്കും. അതാണ് ഈ സമ്പന്നൻ്റെ വീട്ടിൽ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയോ, മാവോ തെങ്ങോ ഒക്കെ ഉണ്ടെങ്കിലും എല്ലാം നല്ല കായ്ഫലമായിരിക്കും. കാരണം അവൻ്റെ മനസ്സിൽ ആ സമൃദ്ധിയാണ്. അപ്പം ചുറ്റും ആ പ്രപഞ്ചബോധവുമായിട്ട് അവൻ്റെ ചുറ്റിലും സമൃദ്ധി ഉണ്ടാവും. അതുകൊണ്ടാണ് അവൻ സന്തോഷവാനാണ്. ഈ സന്തോഷം എന്നുള്ളത് നമ്മൾ വിചാരിക്കും ഒരാളുടെ മാനസികാവസ്ഥയാണ്. അതിന് പണക്കാരനാകണമെന്നോ അല്ലേ എപ്പോഴും വലിയ കാര്യങ്ങൾ നടക്കണമെന്നില്ല. നമ്മൾ വിചാരിച്ചാൽ മാത്രം മതി മനസ്സിൽ സന്തോഷം ഉണ്ടാകാൻ. അതാണ് അതിൻ്റെ രഹസ്യം. നമ്മൾ സന്തോഷവാനാണെന്ന് വിചാരിച്ചാൽ സന്തോഷവാനാണ്. അത് ഏത് ഒരു വലിയ സമ്പന്നനായിട്ട് ഞാൻ സന്തോഷിക്കത്തുള്ളെന്ന് പറഞ്ഞാൽ അവിടെയാണ് അബദ്ധം കിടക്കുന്നത്. അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. നമ്മളിപ്പോൾ ഏതവസ്ഥ ഇരിക്കുന്നോ ആ അവസ്ഥയിൽ തൊട്ട് സന്തോഷമായിട്ടിരിക്കുക, വലിയ വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നോളൂ. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യമാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു തരുന്നത് ചില മന്ത്ര രഹസ്യങ്ങളിലേക്ക് വരാൻ വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊരു മന്ത്രം ചൊല്ലുമ്പം സന്തോഷത്തോടെ ജപിച്ചാൽ ഭയങ്കര എഫക്റ്റ് ഉണ്ടാകുന്നത്. ഓം നമോ നാരായണായ ആ സന്തോഷത്തോടു കൂടി ജപിക്കുക, ഭയങ്കര മാറ്റം ഉണ്ടാകും ജീവിതത്തിൽ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തുതേ. ആ ഉള്ളിൽ ആ സന്തോഷത്തോടെ ജപിച്ച് നോക്കി, നിങ്ങളുടെ ജീവിതം പെട്ടെന്ന് അത്ഭുതകരമായിട്ട് മാറും. അതുപോലെ ശിവോഹം ശിവോഹം സന്തോഷത്തോടെ ജപിച്ച് നോക്കി, നിങ്ങൾക്ക് ചുറ്റിലും ഉള്ള എല്ലാം നിങ്ങൾക്ക് അനുകൂലമാകും. അതുപോലെ തന്നെ ഓം ശ്രീം ഹ്രീം ശ്രീം ക്ലീം ശ്രീ സിദ്ധലക്ഷ്മിയെ നമ സന്തോഷത്തോടെ ജപിച്ച് നോക്കി, പണം കുന്നുപോലെ വരും, നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യും, അബണ്ടൻസ് ഉണ്ടാകും. അപ്പം ഇത് ഒരു രഹസ്യമാണ്. ഇത് നിരാശയോടെ ചെയ്താൽ വിപരീത ഫലമായിരിക്കും, ആ ഫലം കിട്ടത്തില്ല. അപ്പം ഞാൻ വളരെ ലളിതമായിട്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് കൃത്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ വിശദമായിട്ട് പറയാൻ പറ്റത്തില്ല. ഏറ്റവും ലളിതമായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കുക, സന്തോഷത്തോടെ മന്ത്രം ജപിക്കുക, സന്തോഷത്തോടെ ഈശ്വരനെ വിളിക്കുക, സന്തോഷത്തോടെ ഈശ്വരനെ സ്തുതിക്കുക, സന്തോഷത്തോടെ നിങ്ങളുടെ ജോലി ചെയ്യുക.
നിങ്ങൾക്ക് കിട്ടിയത് എല്ലാത്തിലും സന്തോഷിക്കുക. ഭാര്യ, മക്കൾ, കുടുംബം, സാഹചര്യം ഒക്കെ സന്തോഷിക്കുക.